ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇസ്രായേൽ ഇൻ എൻഡ് ടൈംസ്. ആക്ച്വലി അത് ഇസ്രായേൽ ഇൻ എൻഡ് ടൈംസ് പ്രോഫസി എന്നാണ്. പ്രവചനങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അന്ത്യകാലത്ത് ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ്. വളരെ ലളിതമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇത് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. നൗ ഇസ്രായേൽ ഇൻ എൻഡ് ടൈംസ്, അന്ത്യകാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇസ്രായേലിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഇസ്രായേൽ എന്നുള്ളത്? ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം രാജ്യമാണ്, അതൊരു കൺട്രിയാണ്, അതേസമയം അതൊരു നേഷനുമാണ്, അല്ലേ? രാഷ്ട്രവുമാണ്, അതൊരു ജാതിയാണ്, അല്ലെങ്കിൽ ഒരു ജനവിഭാഗമാണ്, ഒരു രാജ്യവുമാണ് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ഇതെവിടെയാണെന്നുള്ളത് മാപ്പ് നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇതിലെവിടെയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം, അല്ലേ? ഇന്ത്യയിൽ നിന്ന് എത്ര ദൂരമാണ് ഇസ്രായേൽ എന്നുള്ളത് ഈ മൂലയിൽ നിന്ന് ആ മുകളിലത്തെ റൈറ്റ് സൈഡിലുള്ള പടമാണ്. അവിടെ നമുക്കറിയാം എവിടെയാണ് ഭാരതം ഇന്ത്യയും എവിടെയാണ് ഇസ്രായേൽ അങ്ങേ മൂലയിലാണ് ഇസ്രായേൽ. ഓക്കെ, ഇതിനിടയിൽ പല രാജ്യങ്ങളുണ്ട്, ഇറാനുണ്ട്, ഇറാഖുണ്ട്, പിന്നെ നമ്മുടെയൊക്കെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിച്ച് വിടാനൊക്കെ ഉദ്ദേശിക്കുന്ന ഗൾഫ് രാജ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതും കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അമേരിക്കയൊക്കെ. ഓക്കെ, അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ക്ലോസപ്പിൽ ഇടതുവശത്തുള്ള പടം ഞാൻ ഇട്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്സിൽ നിന്നെടുത്താണ് കേട്ടോ. അതുകൊണ്ട് അവിടെ നമുക്കറിയാം ഇസ്രായേൽ എങ്ങനെയാണ്, ഏതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ്, എവിടെയാണ് ഇസ്രായേൽ നിൽക്കുന്നതെന്നറിയാം. ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, താഴെ ആഫ്രിക്ക, അതിൽ ഈജിപ്റ്റ് എവിടെയാണെന്നറിയാം, എഴുതിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ മുകളിലാണ് ഇസ്രായേലിൻ്റെ മുകൾ വശത്ത് സിറിയയും പിന്നെ ടർക്കിയും, വലതുവശത്ത് ഇറാഖും, ഇങ്ങനെ ജോർഡാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ചുറ്റപ്പെട്ടതായിട്ടാണ് ഇസ്രായേൽ. ഇത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇസ്രായേൽ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇസ്രായേലിന് പ്രാധാന്യമുള്ളതെന്നുള്ളത്. അതിനെ കുറച്ചുകൂടെ ഞാൻ വിശദമാക്കി വരച്ചിരിക്കുന്നതാണ്. ഇസ്രായേൽ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വാല് പോലെ ഇങ്ങനെ താഴോട്ട് വന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഓക്കെ, ഇതിനിടയിലാണ് അവിടെ ഗലീലി കടലുണ്ട്, പിന്നെ മുകളിൽ ചാവുകടലുണ്ട്, ഇതെല്ലാം അവിടെ ഉണ്ട്. ഇത് വീട്ടിൽ പോയി നമ്മുടെ ഗൂഗിൾ മാപ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാവും ഇസ്രായേലിൻ്റെ ലൊക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജനം ഇരിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ പുറകിലോട്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. ഏകദേശം 4000 വർഷത്തിന് മുമ്പ് തന്നെ അവർക്ക് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പും എല്ലാ ഹൈജീനിക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ജനമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കം ഉള്ളതാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. എന്നാൽ ഇത്രയധികം ഉപദ്രവിക്കപ്പെട്ട, കഷ്ടപ്പെട്ട ഒരു ജാതി ലോകത്തിലുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജാതി മാത്രമാണ്, ഇസ്രായേൽ ജനം മാത്രമാണ്. എന്നാൽ ഈ ഓപ്പറേഷൻ്റെയൊക്കെ മധ്യയെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങളുടെയൊക്കെ മധ്യയും ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം നമ്മൾ പറയാറുണ്ടല്ലോ, ഫീനിക്സ് പക്ഷി എന്ന് പറയാറുണ്ടല്ലോ. ഫീനിക്സ് പക്ഷി കത്തിച്ച് ചാരത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ അതേപോലെ തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെ പോയ ഇസ്രായേൽ രാജ്യം വീണ്ടും തളിർത്ത് പുഷ്ടി പ്രാപിച്ച് വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കാണുമ്പോൾ എല്ലാ രീതിയിലും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഞാനവിടെയൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ വളരെ രസകരമായ വ്യത്യാസം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പോയവർക്കറിയാം. യോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കുമ്പോൾ എന്തൊരു വ്യത്യാസമാണെന്നറിയാമോ? യോർദാൻ മരുഭൂമി ഇങ്ങനെ ഒന്നുമില്ലാതെ ആൾക്കാർ പോലും നമുക്ക് റോഡിൽ കാണാൻ പറ്റത്തില്ല. യോർദാനിലെ റോഡിലൊന്നും ഒറ്റ മനുഷ്യനും കാണാൻ പറ്റത്തില്ല. കാറുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ വീടുകളും ബിൽഡിങ്സും. അല്ലാതെ അത്രയും ഇരിക്കുന്ന സ്ഥലത്തും നമ്മൾ ആ തോട് അല്ലെങ്കിൽ യോർദാൻ നദി അങ്ങോട്ട് കടന്നു കഴിയുമ്പോഴത്തേന് എന്തൊരു സമൃദ്ധിയാണെന്നറിയാമോ? കനാൻ ദേശം എന്ന് പറയുന്നത്, ആ മോശ കയറി നോക്കിയ കനാൻ ദേശം, ഞാൻ വിചാരിക്കും ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്തുമാത്രം അക്ഷരാർത്ഥി ശരിയാണ്. മോശ കയറി നിന്ന് കനാൻ ദേശം നോക്കിയില്ലേ? അതേപോലെ നമ്മൾ അവിടെ ആ പർവ്വതത്തിൽ കയറി നിന്നിട്ട് നമ്മൾ ആ കനാൻ ദേശത്തേക്ക് നോക്കുമ്പോൾ, ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ പച്ച പിടിച്ചിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയാൽ ഒന്നുമില്ല. എന്നാൽ ആ ഇസ്രായേലിൻ്റെ നേർക്ക് നമ്മൾ മുകളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോൾ പച്ചയാണ്, നല്ല സ്ഥലങ്ങളാണ്, നല്ല ആൾക്കാരും. എന്തോ രസമാണെന്നറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവരുടെ ബിഹേവിയർ, കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ?
നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ ഈ രീതിയിലുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഇപ്പോൾ നമ്മുടെ പിക്ചറിൽ. എന്നാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു ജനവിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ നിന്ന് ഇവർ ഇത്രയും ഉയർത്തെഴുന്നേറ്റ് വന്നു, ഇത്രയും നിലയിലേക്ക് അവരെത്തി. ലോകത്തിലെ സകല കണ്ടുപിടുത്തങ്ങളിൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു 90% ഇസ്രായേലിൻ്റെ യഹൂദന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും മറ്റുമൊക്കെയും അവരുടേതാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാത്തിലും അവരുടെ ബുദ്ധി അതിലുണ്ട്. ശാസ്ത്രജ്ഞന്മാർ, ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ യഹൂദ വംശത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് തോന്നുന്നു. ദേ ആർ ഡിസ്റ്റിങ്ക്റ്റ് പീപ്പിൾ, വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജനമാണ് ഇസ്രായേൽ. ബട്ട് ആൻഡ് ദേ ആർ ഓർഗനൈസ്ഡ്, സിവിലൈസ്ഡ് ആൻഡ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. എന്തൊക്കെയായിരുന്നാലും ഈ ഇസ്രായേലിനെ ഒരിക്കലും മറ്റു രാജ്യങ്ങൾ എത്ര പ്രാവശ്യം കീഴ്പ്പെടുത്തിയാലും അടിമത്തത്തിലേക്ക് അവരെ പോയെങ്കിലും അവരെ ആ രാജ്യത്തിലേക്ക് ഇഴുകിച്ചേർക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരവരുടെ രക്തം പ്യൂറായിട്ട് വെക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. മറ്റു ജാതികളുമായിട്ട് ഇടപഴകാതിരിക്കുവാനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. വേർപെട്ട ഒരു ജനമായിട്ട് ഇരിക്കുവാനായിട്ട് അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ചിലയിടത്തൊക്കെ ഫോഴ്സ്ഫുള്ളായിരിക്കും, മറ്റ് പാപപ്രവൃത്തിയോ നിമിത്തമൊക്കെ ഇങ്ങനെ വഴിതെറ്റിപ്പോയ ഇസ്രായേൽ ജനമുണ്ട്, ഗോത്രങ്ങളുണ്ട്. എന്നാൽ യഹൂദ ഗോത്രം, ബെന്യാമീൻ ഗോത്രവും യഹൂദ ഗോത്രവും ഏറ്റവും കൂടുതൽ അവരുടെ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പരിശുദ്ധിയെ സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇതിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ജാതിയിൽ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേറെ ഒരു ജാതിക്കും വേറെ ഒരു ജനത്തിനും അത് അവകാശപ്പെടുവാൻ കഴിയില്ല. ദർ ഈസ് എ സൂപ്പർ നാച്ചുറൽ ഇൻ്റർവെൻഷൻ ഇൻ എവ്രിതിങ്. ദൈവത്തിൻ്റെ ആ ഇടപെടൽ അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേലിയരുടെ രണ്ട് വാക്കും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. യഹൂദന്മാർ, ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം. ഇസ്രായേൽ 12 ഗോത്രം, അതിൽ 10 ഗോത്രം ഇസ്രായേൽ എന്നും 2 ഗോത്രം യഹൂദ ഗോത്രമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഇസ്രായേൽ ഈ 12 ഗോത്രം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 5 അല്ല, 10ഉം 2ഉമായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്നും അറിയപ്പെട്ടു. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ 2 ഗോത്രങ്ങൾ യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും ചേർന്ന് യഹൂദ രാജ്യമായിട്ട് 2 രാജവംശങ്ങളായിട്ട് അത് ദാവീദിന് ശേഷം ശലോമോന് ശേഷം 2ആയിട്ട് പിരിഞ്ഞതായിട്ട് നമുക്കറിയാം. ഇതിൽ ഈ 10 ഗോത്രങ്ങൾ, ഈ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന 10 ഗോത്രങ്ങൾ അവർ ആദ്യമേ അടിമത്തത്തിലേക്ക് പോവുകയും അവർ പല രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ 2 ഗോത്രങ്ങൾ കുറച്ച് നൂറ്റാണ്ടുകൾ കൂടെ അവർ അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്യും. വീണ്ടും അവരും അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതെല്ലാം നമുക്ക് ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദൈവിക സാന്നിധ്യത്തിന് ദൃശ്യമായ അടയാളങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തിനാണ് ദൈവം ഇസ്രായേലിനെ ഈ ഭൂമിയിൽ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ എലക്ട് ചെയ്ത് വെച്ചെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവം അവരെ തിരഞ്ഞെടുത്തത്? അവർക്ക് പ്രത്യേകിച്ച് വിശേഷതയൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ദൈവത്തിന് ഒരു ജാതിയെ, ഒരു ജനത്തെ ദൈവത്തിൻ്റെ മോറൽ വാല്യൂസിനെ കുറിച്ചും ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചും ഈ ലോകത്തെ പഠിപ്പിക്കുവാനായിട്ട് ഒരു ജനത്തെ ആവശ്യമാണ്. കാരണം സർവ്വ ജനങ്ങൾ, ലോകത്തിലെ സർവ്വരും പാപത്തിൻ്റെ അധീനതയിൽ പോയി കഴിഞ്ഞപ്പോൾ, എന്നാൽ അവരുടെ മധ്യേ ഒരു ജനത്തെ, ഒരു ഗ്രൂപ്പിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയായിരുന്നു. കോർപ്പറേറ്റ് ലെവലിൽ അവരെ ഒരു ജാതിയായിട്ട്, ഒരാളെ അല്ല, കോർപ്പറേറ്റ് ആയിരുന്നു ദൈവം ഡീൽ ചെയ്യുന്നത്. കോർപ്പറേറ്റ് ആയിട്ടായിരുന്നു. ആ കോർപ്പറേറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ജനത്തിനെ, സാമൂഹികമായിരിക്കുന്ന ഒരു ജനത്തെ ദൈവം ഉയർത്തിക്കൊണ്ട് വന്നതാണ്, അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അത് ഏക ദൈവം എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ, ഏക ദൈവത്തിൻ്റെ എന്നുള്ള കൺസെപ്റ്റ്, ലോകത്തിലെ പോളിത്തിസം അല്ലെങ്കിൽ പല ദൈവങ്ങളെ ആരാധിക്കുന്ന ജനങ്ങൾ, അതായത് പ്രകൃതി ആരാധിക്കുന്നവരെ, കാണുന്നതിനൊക്കെ തന്നേക്കാൾ ശക്തി ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന, എന്തിനെ കണ്ടാലും ആരാധിക്കുന്ന ജനങ്ങളുടെ മധ്യേ അതൊന്നുമല്ല, ഈ പ്രകൃതിയല്ല, ഈ സൂര്യനോ ചന്ദ്രനോ അല്ല ദൈവം എന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന ഒരു മഹാദൈവമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ അങ്ങനെയുള്ളൊരു ദൈവം അവരുടെ മുമ്പിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരിൽ കൂടി ഇത് ലോകമെങ്ങും പകരണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. സോ അതുകൊണ്ട് തിരുവെഴുത്തുകൾ എഴുതാനായിട്ട് ആൾക്കാരെ അതിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ സംരക്ഷകരായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ പ്രക്ഷേപകരായിട്ട്, അതായത് അവർക്ക് മറ്റുള്ളവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുവാനായിട്ട്, പരത്തുവാനായിട്ടും ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. അതിന് തക്കതായിരിക്കുന്ന ജ്ഞാനവും സമർപ്പണവും ആ ജനങ്ങളുടെ ജീനിലുണ്ട് എന്നുള്ളതാണ്. ദൈവം അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഒന്നുമില്ലാത്ത നമ്മളെയൊക്കെ ദൈവം ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു
പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട്, പരത്തുവാൻ വേണ്ടിയിട്ട് ദൈവം അതിന് തക്കതായിരിക്കുന്ന ബുദ്ധിയും ദൈവകൃപയും ഒക്കെ ദൈവം തന്ന് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവം അതിനാവശ്യമായിരിക്കുന്ന കൃപയും ബുദ്ധിയും ഒക്കെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരെക്കാളും ചിന്തിക്കുവാനും മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് നമുക്ക്. വിശ്വാസികൾക്ക് ദൈവം സ്പെഷ്യലായിരിക്കുന്ന ഗ്രേസും കൃപയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്, പ്രോപ്പറായിട്ട് സംസാരിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ കഴിവ് കുറഞ്ഞവരാണെന്നുള്ള ധാരണയിൽ നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലും നമ്മൾ ജീവിക്കേണ്ട കേട്ടോ. ജ്ഞാനികളുണ്ടെങ്കിൽ ജ്ഞാനികളോട് സംസാരിക്കാനുള്ള കൃപയൊക്കെ ദൈവം തരും. അത് ദൈവം അതിന് സമയത്ത് തരും. നമ്മളെ കൊണ്ട് ദൈവം ഉപയോഗിക്കുമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ ആ ചിന്തയൊക്കെ നമ്മൾ മാറ്റണം. ദൈവം തിരഞ്ഞെടുത്ത് നമ്മുടെ കഴിവ് നോക്കിയല്ല, പക്ഷേ ദൈവം നമ്മുടെ ജ്ഞാനം വെച്ചെന്ന് പറഞ്ഞാൽ തന്നെയും, ജ്ഞാനം വെച്ചല്ലെന്ന് പറഞ്ഞാൽ തന്നെയും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളെയൊക്കെ ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് ആ ചിന്തയോടെ നമ്മളിരിക്കണം. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്ത്, കാരണം നമ്മൾ പുതിയ നിയമത്തിലെ ഇസ്രായേലാണല്ലേ, പുതിയ നിയമത്തിലെ ഇസ്രായേലാണ് നമ്മൾ. അപ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം എക്യുപ്ഡ്, അവർക്ക് അതിന് തക്കതായിരിക്കുന്ന ജ്ഞാനം ദൈവം നൽകി, അതിന് തക്കതായിരിക്കുന്ന ബുദ്ധിയും വിവേകവും ഒക്കെ അവർക്ക് നൽകി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ലോകത്തിൽ ആർക്കും നൽകാൻ കഴിയാത്ത ജ്ഞാനം ഒരാൾക്ക് ദൈവം നൽകിയില്ലേ, ശലോമോന് നൽകിയില്ലേ. ഞാൻ കഴിഞ്ഞ അപ്പോളജറ്റിക്സ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, വി ക്യാൻ സീ എവ്രിതിങ് ഒറിജിനേറ്റഡ് ഫ്രം ഇസ്രായേൽ. അത് ഭയങ്കര വലിയൊരു കൺസെപ്റ്റാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിൽ നിന്നാണ് പല കാര്യങ്ങളും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആയുർവേദം എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്? ആയുർവേദം ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിലല്ല ആയുർവേദം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, തെറ്റിദ്ധരിക്കല്ല്. ഇവിടെയുള്ള ആൾക്കാരല്ല ആയുർവേദം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആയുർവേദം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്, ശലോമോനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ശലോമോനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദൈവം സകല ജ്ഞാനവും വൃക്ഷഫല ആദികളുടെ എല്ലാ ജ്ഞാനവും എല്ലാ ഇതിനെക്കുറിച്ചും ദൈവം നൽകി എന്നുള്ളതാണ്. അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ട് വന്നതാണ്. ലോകത്തിലെ പല കണ്ടുപിടുത്തങ്ങളും ജ്ഞാനവും അവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നതാണ്. എവിടെ പോയി? എത്യോപ്യയിൽ പോയി, ആഫ്രിക്കയിൽ പോയി, പിന്നെ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ അതിങ്ങനെ പരന്നപ്പോൾ പലയിടങ്ങളിലൊക്കെ പോയി ആര്യന്മാരത് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ പലയിടത്തേക്ക് വ്യാപിച്ചത് ഇതാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്താണ് എല്ലാം ഉത്ഭവിച്ചത് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ബുദ്ധിയുള്ളവരെ, ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ജാതീയമായിരിക്കുന്ന പരാമർശമാണ് അല്ലെങ്കിൽ വർഗീയ വിദ്വേഷമാണെന്നൊക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നും. പക്ഷേ ദ ഫാക്ട് ഈസ് ഫാക്ട്. ഫാക്ട് ആണല്ലോ. നമുക്കതിനെ നമ്മുടേതായിരിക്കുന്ന അനാലിസിസ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല, നമുക്ക് അതിനെ അങ്ങനെ കമൻറ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ യഹൂദന്മാരെന്ന് പറയുന്നത് ഇൻഡിസ്പെൻസിബിളായിരിക്കുന്ന ഒരു ജനമാണ് ലോകത്തിൽ. അപ്പോൾ ദൈവം അതനുസരിച്ച് അവരെ ഒരുക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരിൽ കൂടി ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. അതാണ് ഏറ്റവും ഉന്നതമായിരിക്കുന്ന കാര്യം. ഭൂമിയിൽ ജനങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർക്ക് സ്വർഗം അവർക്ക് കരസ്ഥമാക്കുവാൻ, നിത്യത അവർക്ക് കരസ്ഥമാക്കുവാനായിട്ട് ദൈവം അവിടെ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലേക്ക് അവരെ നയിച്ചു എന്നുള്ളതാണ്. അവരുടെ ആ ഫാമിലി ലൈൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. സാത്താന് അന്ന് മുതൽ ശ്രമിക്കുകയാണ് ആദാമിൻ്റെ ഹവ്വയുടെ മക്കളിൽ നിന്ന് ആരാണോ എവിടെയാണോ മശിഹ ജനിക്കുന്നത് അത് തകർക്കുവാനായിട്ട് അന്ന് മുതൽ ഈ സാത്താൻ സർപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം അവിടെ എല്ലാം ഒരു പരിശുദ്ധിയുടെ വിശുദ്ധിയുടെ അല്ലെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എത്രയോ തലമുറകൾ 14 തലമുറകൾ അല്ലേ നമ്മൾ വായിക്കും. മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 14 തലമുറ അത് കുറച്ചുകൂടെ കൂടുതൽ തലമുറകൾ അതിൽ വരും. ഏകദേശം 21ഓളം തലമുറകൾ അതിൽ അഡീഷണൽ ചിലയിടത്തൊക്കെ വരും. അങ്ങനെയുള്ള ആ തലമുറകളെയൊക്കെയും സൂക്ഷിച്ച് ഇവിടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം അവിടെ സാധ്യമാക്കി തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് അത്ഭുതകരമായിരിക്കുന്ന ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് ദൈവം ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്ന് നമ്മൾ ഭാഗ്യവശാൽ ഇന്നിവിടെ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, എത്ര നൂറ്റാണ്ടുകൾ ദൈവം പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനൊരു രക്ഷകനെ കിട്ടിയത്. ആ രക്ഷകനെ 2000 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞെങ്കിൽ ആ സുവിശേഷം എൻ്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം എത്ര യാത്ര അത് നടത്തിയെന്നറിയാമോ? ആ സുവിശേഷം എത്ര ഇടങ്ങളിൽ പോയിട്ട് ഈ കൊച്ചു കേരളത്തിലേക്ക് ഇവിടെ എത്തുവാനായിട്ട് നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ മുമ്പിൽ അവരത് ആ രക്ഷയെ സ്വീകരിക്കുവാനും അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുവാനായിട്ടും നമ്മുടെ അടുക്കിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മളത് വളരെ സില്ലിയായിട്ട് നമ്മൾ കരുതുന്നുണ്ടോ? നമ്മൾ വളരെ സില്ലിയായിട്ടാണോ കാണുന്നത്? ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ വരുവാനായിട്ട്, ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ വരുവാൻ, ഈ രക്ഷയുടെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്
കഴിഞ്ഞു എങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം നമ്മളെ പൊട്ടരാക്കിയൊന്നുമല്ല, ദൈവം നമ്മളെ ചൂസ് ചെയ്തു. എന്താ? ബുദ്ധിമാന്മാരായിട്ടിരിക്കാനായിട്ട്, ഈ കാര്യം മനസ്സിലാക്കാൻ തക്കവണ്ണം. ഇതിങ്ങനെ ആലോചിച്ച് നോക്കി, എത്ര തലമുറകൾ കടന്ന് ആ ദൈവവചനം എൻ്റെ അടുക്കിലേക്ക് എത്തുവാനായിട്ട്, അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ളൊരു കുടുംബത്തിൽ എനിക്ക് ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇൻഡിവിജ്വലി എന്നെയും നിങ്ങളെ ഒക്കെയും ഓരോരുത്തരെയും ദൈവം എപ്പോൾ തിരഞ്ഞെടുത്തു? എറ്റേണിറ്റിയിലല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ. എറ്റേണിറ്റിയിൽ ദൈവം തിരഞ്ഞെടുത്തു. such and such guy will be coming to the world on such and such date. ഇന്ന ദിവസം ഇന്ന എടുത്തു ഈ കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിന് ഇത്രയും വയസ്സ് വരെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വചനം പോയി ചേരണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നമ്മുടെ അടുക്കലേക്ക് സുവിശേഷം എത്തി, കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി. എന്നിട്ട് അവിടെ ഇരിക്കരുത്, അവൻ വചനം പഠിക്കണം, വളരണം എന്നുള്ളതുകൊണ്ട് തിരുമല സഭയിലെ ബൈബിൾ ക്ലാസ് ഉണ്ട്. ആ ബൈബിൾ ക്ലാസ്സിൽ പോയി ഇരിക്കണം ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ്. സോ വി ആർ നോട്ട് ആക്സിഡൻ്റലി ഹിയർ, അല്ലേ? ഞാനത് പറഞ്ഞല്ലോ, ക്ലാസ്സിൽ എറ്റേണിറ്റി എടുക്കുമ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ ആ കരവിരുതും ദൈവത്തിൻ്റെ ആ പ്ലാനിങ് ഒക്കെ നമ്മുടെ ഓരോ ആക്ഷനിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉദാസീനതയുടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യരുതെന്ന് പറഞ്ഞത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ സേവ് ദ വേൾഡ് ഫ്രം മോറൽ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ അവിടെ ധാർമ്മികമായിരിക്കുന്ന ജീർണത ഈ ലോകത്തിൽ വരുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ആ പാപത്തിലിരിക്കുന്ന ജനം കൂടുതൽ പാപം ചെയ്ത് അങ്ങനെ പോവുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷ വരണമെന്നുണ്ടെങ്കിൽ മോറൽ ലോസ്, അല്ലെങ്കിൽ നിയമങ്ങൾ, ഇത് ലോകമെങ്ങും പോകണമെന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവം കൊടുക്കുന്ന കൽപ്പനകളെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ധാർമ്മികമായിരിക്കുന്ന നിയമങ്ങളുണ്ട്. സെറിമോണിയൽ ലോസ് വേറെയാണ്. അത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ് സെറിമോണിയൽ ലോസ്. ഓക്കെ. പിന്നെ ഹൈജീനിക്കിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. എന്നാൽ മോറൽ ലോസ് എന്ന് പറയുന്നതുകൊണ്ട് ധാർമ്മികമായിരിക്കുന്ന നിയമങ്ങളുണ്ട്. ഇത് ലോകത്തിലുള്ള സകല ജനങ്ങൾക്കുമുള്ളതാണ്, സകല മനുഷ്യർക്കുള്ളതാണ് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ, ധാർമ്മിക കൽപ്പനകൾ. അപ്പോൾ ഈ കൽപ്പനകളൊക്കെയും ദൈവം നൽകിയത് ഓൺ ദിസ് ബേസിസ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തിൽ കെട്ടിപ്പടുക്കണം. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്ത്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഇസ്രായേലിയരോട് കടപ്പെട്ടിരിക്കണമെന്നാണ് അല്ലേ മനസ്സിലാക്കണം, അല്ലേ? എന്തുമാത്രം നാം യഹൂദന്മാരോട് കടപ്പെട്ടിരിക്കണമെന്നുള്ളതാണ്. വേറെ ഒരു ജനത്തിന് നൽകാൻ കഴിയാത്ത മോറൽ വാല്യൂസ് നമുക്ക് നൽകിയവർ, ഏക ദൈവത്തെ നൽകിയവർ, ഏക രക്ഷിതാവിനെ നൽകിയവർ, എങ്ങനെയാണ് ഭൂമിയിൽ ബുദ്ധിയോടെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നവർ, എന്തൊക്കെയാണ് ലോകത്തിന് ബെനിഫിഷ്യലായിട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചവർ, സാക്രിഫിഷ്യലായിരിക്കുന്ന ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചവർ, ഇതേപോലെ ഒരു ജനത ലോകത്തിലില്ല. എന്നാൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും അവരെ പീഡിപ്പിച്ചതും ക്രിസ്തു മതക്കാരാണ്, ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. അത് നമ്മളിനി കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. സോ ലെറ്റ്സ് ഗോ ഫോർവേഡ്. എവിടെ നിന്നാണ് ഇവരുടെ ചരിത്രം ആരംഭിക്കുന്നത് നമുക്കറിയാം. അറൗണ്ട് BC 2000, 2000 വർഷങ്ങൾക്ക് മുൻപ് ആണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അബ്രഹാം റെസ്പോണ്ട് ചെയ്തു, അല്ലേ? ദൈവത്തിന് റെസ്പോണ്ട് ചെയ്തു. അവിടെ നിന്ന് ദൈവം അതിൽ നിന്നൊരു ജാതിയെ ദൈവം ഉണ്ടാക്കാനായിട്ട് അന്ന് ഫൗണ്ടേഷൻ ഇട്ടു അബ്രഹാമിന്. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അബ്രഹാമിക് കവനൻറ്റ്, അബ്രഹാമിനോട് ചെയ്ത ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടല്ലോ, ഈ വാഗ്ദത്തം ലോകമെങ്ങും പരന്നു എന്നുള്ളതാണ്. ഓക്കെ. ഈ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം. ഓക്കെ. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിൽ നിന്ന് അബ്രഹാമിൻ്റെ വൈഫായിരിക്കുന്ന സാറയും പിന്നെ ഹാഗാർ പിന്നെ കെതൂറായും, അല്ലേ? അവിടെ റിസർവേഷൻ ഒന്നും ദൈവം വെച്ചില്ല. സാറായിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയാണ് അനുഗ്രഹിക്കുന്നതെന്നൊരു റിസർവേഷൻ ഇല്ല. ഓക്കെ. പിന്നെ ഹാഗാറിൽ നിന്നുള്ള മക്കളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, റിസർവേഷൻ ഇല്ല. കെതൂറയുടെയും മക്കളെ അനുഗ്രഹിക്കുന്നതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും, ഓക്കെ, സകലർക്കും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. സാറായുടെ ഉദരത്തിൽ പിറന്ന അതിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു, ഹാഗാറിൻ്റെ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു, നമുക്കറിയാം, അല്ലേ? പിന്നെ കെതൂറയുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ചു. അപ്പോൾ ഈ അബ്രഹാമിൻ്റെ ഡയറക്റ്റായിട്ട് ഏറ്റവും അധികം ബ്ലെസ്സിങ് ഇസഹാക്ക് വഴി യാക്കോബ് വഴി ഇസ്രായേലിനാണ് പോയി ചേർന്നത്. അബ്രഹാമിക് കവനൻ്റ് എല്ലാവർക്കും ഉള്ളതാണ്. എങ്കിലും സ്പെസിഫിക്കായിട്ട് വരുമ്പോൾ ഇസഹാക്ക് യാക്കോബ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ട്
അവിടെയാണ് ഇസ്രായേൽ ജാതിയുടെ ഉത്ഭവം നമ്മളിവിടെ കാണുന്നത്. ഇനി ഇവരുടെ വളർച്ച എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സുഭിക്ഷമായിരിക്കുന്ന സ്ഥലത്ത്, സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ഒരു രാജ്യത്ത് ഇരുന്ന് അവർ വേറെ അല്ലലൊന്നും ഇല്ലാതിരുന്നപ്പോൾ അങ്ങ് വളർന്നതല്ല. ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന കണ്ടീഷൻസിൽ കൂടിയാണ് അവർ കടന്നുപോയത്. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ്. അപ്പോൾ ഈ ഈജിപ്തിൽ, മിസ്രൈമിൽ അവർ പ്രവാസികളായിട്ട് പോയി അല്ലേ. എത്ര വർഷമാണ് മിസ്രൈമിൽ അവരിരുന്നത്? 400 വർഷം. 400 വർഷം അവരവിടെ കടന്നു. അത് പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ 400 വർഷം അവരിരുന്നത്. ആ പ്രവാസികളായിട്ട് അവർ മിസ്രൈമിൽ ജീവിച്ചത്. എത്ര ദുഷ്കരമായിരിക്കുന്ന മിസ്രൈമിലെ ചില സ്ഥലങ്ങളൊക്കെ വളരെ ഫലഭൂയിഷ്ടമാണ് കേട്ടോ. നൈൽ നദിയുടെ തീരങ്ങൾ അവിടെയൊക്കെ വളരെ ഫലഭൂയിഷ്ടമാണ്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാണ് ഇവർ ഇസ്രായേൽ ജനം അവിടെ താമസിച്ചത്. ആദ്യം അവർക്ക് നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലമാണല്ലോ കൊടുത്തത്, നമുക്കറിയാമല്ലോ അല്ലേ. പിന്നെ അവരെ അറിയാത്ത, യോസെഫിനെ അറിയാത്ത ഒരു ഫറവോൻ വന്നപ്പോഴാണ് അവരുടെ ജീവിതം ദുഷ്കരമായത്. ആദ്യം എവിടെയായിരുന്നു അവർക്ക് ആട് മേയ്ക്കാൻ നല്ല ഫലഭൂയിഷ്ടമായിരുന്ന സ്ഥലമാണ് മിസ്രൈമിൽ ഇവർക്ക് ലഭിച്ചത്, ഇസ്രായേലിന്. പിന്നെയാണ് അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയത്. 400 വർഷം ശേഷം അവർ അവിടെ നിന്ന് പുറപ്പെട്ടു വന്നോ നമുക്കറിയാം അല്ലേ. എങ്ങനെ പുറപ്പെട്ടത്? കാൽനടയായിട്ട് പുറപ്പെട്ടു. എവിടെ വന്നു? കനാനിലെത്തി. അവസാനം ദേ എൻറ്റേർഡ് ദ പ്രോമിസ്ഡ് ലാൻഡ്. അവർ കനാൻ ദേശത്തേക്ക് നടന്നു വന്നു. 40 വർഷം അവർ ചുറ്റിത്തിരിഞ്ഞ് അല്ലേ, കഷ്ടപ്പെട്ട് അവർ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ട് ന്യായാധിപന്മാരുടെ കാലമാണ്, പിന്നെ രാജാക്കന്മാരുടെ കാലമാണ്. ഇത്രയും നമുക്ക് നല്ല അറിവാണ്. ഈ രാജാക്കന്മാരുടെ കാലമാണ് ഏറ്റവും സംഭവബഹുലമായ കാലം, ഇസ്രായേലിൻ്റെ സംഭവബഹുലമായ കാലം. അവരേറ്റവും കൂടുതൽ വളരുന്നതും എല്ലാം അവരുടെ ഗ്രോത്തും എല്ലാം അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ശൗലും ആദ്യത്തെ രാജാവ്, പിന്നെ ദാവീദ്, ശലോമോൻ എന്നിങ്ങനെ ഇവരുടെ ഭരണം ഏറ്റവും നല്ല ഭരണം അല്ലേ. ദാവീദ് അവരുടെ രാജ്യങ്ങളെയൊക്കെ സ്ഥാപിച്ചു, അവരുടെ അതിലൊക്കെ വിസ്താരമാക്കി. ആ കവനൻറ്റ്, എബ്രഹാമിക് കവനൻറ്റിൻ്റെ, അബ്രഹാമിന് പ്രോമിസ് ചെയ്ത ആ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിൻ്റെ കുറേ ഭാഗങ്ങൾ ദാവീദിന് പിടിച്ചടക്കുവാനും കീഴ്പ്പെടുത്തുവാനായിട്ടും കഴിയും. അപ്പോൾ ഇതാണ് അവരുടെ സുവർണ കാലഘട്ടം എന്ന് പറയാം നമുക്ക്. ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ നിന്നാണ് പിന്നെയാണ് അവരുടെ ഡൗൺഫോൾ ആരംഭിക്കും. അപ്പോൾ ഈ ഡൗൺഫോൾ എന്ന് പറയുന്നതാണ് ശലോമോൻ്റെ ഭരണത്തിന് ശേഷം അവർ രണ്ടായിട്ട് ആ രാജ്യം പിരിയുകയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ജൂഡ ആൻഡ് ഇസ്രായേൽ. ഇങ്ങനെ 2 രാജ്യങ്ങളായിട്ട് അവർ പിരിയുകയാണ്. അത് ആണ് അവരുടെ അധപ്പതനത്തിന് കാരണമായി തീർന്നു. ഇസ്രായേൽ അവിടെ നിന്ന് ഏറ്റവും താഴോട്ട് പോയത് അവിടെയാണ്. അപ്പോൾ പിന്നെ ആണ് അവരെ അശൂറിലേക്ക് BC 721 അവരെ പിടിക്കപ്പെടുകയാണ്, തടവിലാക്കപ്പെടുകയാണ്. അത് ഇസ്രായേൽ രാജ്യം, വടക്കേ രാജ്യം ഇസ്രായേൽ രാജ്യം അവർ അശൂറിയ BC 721 അവർ അവരുടെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. പിന്നെ അതിന് ശേഷമാണ്, ഏകദേശം 100-ൽ കൂടുതൽ വർഷങ്ങൾക്ക് ശേഷമാണ് യഹൂദ രാജ്യം, ജൂഡ, അവർ നെബൂഖദ്നേസറിനെ കൊണ്ട് കൈനാൽ ആക്രമിക്കപ്പെടുകയും അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഈ യെരമ്യാ പുസ്തകത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. 25:11 ഒന്ന് വായിച്ചിട്ട് പോകാം. 25:11. And this whole land shall be a desolation and an astonishment, and these nations shall serve the king of Babylon 70 years. വളരെ വ്യക്തമായിട്ട് യിരെമ്യാവ് അവിടെ എഴുതിയിരിക്കുക. രാജാക്കന്മാരുടെ അവസാനത്തെ സമയത്ത് യിരെമ്യാവ് പറയുക, ഈ രാജ്യം എന്തായിത്തീരും? അത് അടിമത്തത്തിലേക്ക് പോകും, അത് ശൂന്യമായി തീരും. ആൻഡ് ബാബിലോണിയ സാമ്രാജ്യത്തെ അവർ സേവിക്കും അല്ലേ. എത്ര? 70 വർഷം. റിലയബിലിറ്റി ഓഫ് ദ ബൈബിൾ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആ വിശ്വസനീയതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റാണ് ഈ പ്രോഫസീസ് എന്ന് പറഞ്ഞാൽ ഈ ദർശനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവചനങ്ങൾ നടക്കുന്നതിന് മുമ്പേ, അനേക വർഷങ്ങൾക്ക് മുമ്പേ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ചരിത്രത്തിൽ എക്സാക്റ്റായിട്ട് നടന്നു എന്നുള്ളതാണ് ബൈബിൾ വിശ്വസനീയം എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള പ്രവചനങ്ങൾ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടിസ്ഥാനം എവിടെയാണ്? പ്രവചിച്ച കാര്യങ്ങൾ അത് എക്സാക്റ്റായിട്ട് നടന്നു.
ഇനിയും പ്രവചിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എക്സാക്റ്റായിട്ട് നടക്കും എന്നുള്ള വിശ്വാസം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് 70 വർഷമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ബാബിലോണിൽ 70 വർഷം അവർ സേവിക്കുമെന്നുള്ളത്. ഈ പഠനത്തിൽ നിങ്ങൾ 4 സാമ്രാജ്യങ്ങളെ ഓർമ്മ വയ്ക്കണം എപ്പോഴും. 4 എംപയേഴ്സ്. ഓക്കെ, 4 സാമ്രാജ്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം. ഞാൻ അത് ഇവിടെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം. രണ്ടാമത്തത് മേദ്യ പാർസ്യ സാമ്രാജ്യം. മൂന്നാമത്തത് ഗ്രീക്ക് സാമ്രാജ്യം. 4 റോമ സാമ്രാജ്യം. ഇത് 4ഉം നമ്മുടെ റെഫറൻസിൽ വരുന്നതാണ്. ഈ 4 സാമ്രാജ്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം, പിന്നെ മേദ്യ പാർസ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യങ്ങളിലുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ പഠനവും നടക്കുന്നത്. ഫ്യൂച്ചർ അല്ലെങ്കിൽ എൻ ടൈംസ്, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ 4 സാമ്രാജ്യങ്ങളുടെ ബേസാണ്. എന്ന് പറഞ്ഞാൽ 4 സാമ്രാജ്യങ്ങളൊക്കെ പോയില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഈ 4 സാമ്രാജ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ 4 സാമ്രാജ്യങ്ങളാണ്. അത് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ എല്ലാ സ്റ്റഡിയും പോകുന്നത്. നോക്കുക, ഈ യൂദയുടെയും ഈ യെരുശലേമിൻ്റെയും മറ്റേ ഇസ്രായേലല്ല, യഹൂദന്മാരുടെ അടിമത്തവും യെരുശലേമിൻ്റെ നാശവും നടന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതലാണ് ജാതികളുടെ കാലം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ടൈം ഓഫ് ജെൻറ്റൈൽസ്. ഈ ടൈം ഓഫ് ജെൻറ്റൈൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജാതികളുടെ കാലം എന്ന് പറയുന്ന ഫ്രേസ്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതും ഓർത്ത് വെച്ച് വെക്കുക. നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തും, കൂടുതൽ കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഈ ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമോ ചോദിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ് നമ്മുടെ ഈ ഫറവോൻ്റെ കാലം. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സാമ്രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഹൗ ദേ ഗോട്ട് സെപ്പറേറ്റഡ് അല്ലെങ്കിൽ ഡിവൈഡഡ്, എങ്ങനെ ഇതൊക്കെ തിരിഞ്ഞും ഇങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടെ അതിനെ കുറച്ചുകൂടെ ഒന്ന് വിശദമാക്കി പറയാം. ബ്രദർ അത് ചോദിച്ചതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടി. ഈ സാമ്രാജ്യങ്ങൾ, ഞാൻ ഈ 4 സാമ്രാജ്യങ്ങളെന്ന് പറഞ്ഞ ഒന്ന് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 സാമ്രാജ്യങ്ങൾ. ഇതല്ലാതെ തന്നെ സിവിലൈസേഷൻസും സാമ്രാജ്യങ്ങളും ലോകത്തിലുണ്ട്. ഓക്കെ, ചൈനയിലുള്ള സംസ്കാരങ്ങളുണ്ട്, പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന സംസ്കാരങ്ങളും നാട്ടുരാജ്യങ്ങളുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ട്, ഈജിപ്തിലെ മിസ്രൈമിൽ ഉണ്ടായ സിവിലൈസേഷൻസ് എല്ലാം ഉണ്ട്. പല സമയങ്ങളിലായിട്ട് പല കാലങ്ങളിലായിട്ട് ഈ സിവിലൈസേഷൻസ്, ഈ കൾച്ചർ എല്ലാം എടുത്തും ഉണ്ടായിരുന്നു. എന്നാൽ ബേസ് അടിക്കുന്ന മെയിൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോണിയ സാമ്രാജ്യം. അതിൻ്റെ ആദ്യത്തെ സാമ്രാജ്യം എന്നുള്ള നിലയിൽ ഉത്ഭവിക്കുന്നത് ഒത്തിരി നാളുകൾ മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ജലപ്രളയത്തിന് ശേഷം ആരംഭിക്കുന്ന ആദ്യത്തെ സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ബാബിലോണിയൻ സിവിലൈസേഷനാണ്. അത് ബാബേൽ ഗോപുരത്തിൻ്റെ പണിയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അതിൽ നിന്നാണ് ഈ ബാബിലോണിയൻ സാമ്രാജ്യം ഉത്ഭവിക്കുന്നത്. അത് പിന്നെ അസ്തമിക്കുക ഡിമിനിഷ് ആകുകയും വീണ്ടും അത് ഒന്നുകൂടെ പ്രോമനൻ്റ് ആയിട്ട് വരികയും ചെയ്തു. ഈ ബാബിലോണിയ സംസ്കാരത്തിൻ്റെ പല തെളിവുകളും ഇന്ന് എല്ലാ സിവിലൈസേഷനുകളിലും ഉണ്ട്. കാരണം അവിടെ നിന്നാണല്ലോ ജനങ്ങളെല്ലാം പുറപ്പെട്ടത്, ഭാഷകൾ കലക്കപ്പെടുകയും പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ അവരവിടെ നിന്ന് പഠിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, വാക്കുകൾ, പദങ്ങൾ, ഭാഷ, ഇതെല്ലാം പലയിടങ്ങളിലേക്ക് അവർ കൊണ്ടുപോയി. നമ്മുടെ ഭാഷ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഭാഷകൾ എൻ്റയർലി ഡിഫറൻ്റ് അങ്ങ് വന്നു എന്നല്ല. അവിടെ നിന്നുള്ള ആ ഭാഷകളിൽ മാറ്റമുണ്ടായി. ആ മാറ്റങ്ങളെല്ലാം കൊണ്ടവർ വരുമ്പോൾ റൂട്ടിലുള്ള പല വാക്കുകളും ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ലോകം മുഴുവൻ ഈ ബാബിലോണിയ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ ഈ മിസ്രൈമിൽ നമുക്കറിയാലോ ഈ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എപ്പോഴും റിവർ ബേസ്ഡാണ് അല്ലേ. നദികളുടെ അടുക്കലാണ് ഇവർ താമസിക്കുകയും അവിടെ നിന്നാണ് കൾച്ചറും ഈ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ പ്രധാനമായിട്ടും ഈജിപ്തിൽ നൈൽ നദി
സംസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈജിപ്തിൻ്റെ സംസ്കാരം ആരംഭിക്കുന്നത്. ഫറവോന്മാരുടെ കൾച്ചർ അല്ലെങ്കിൽ സാമ്രാജ്യം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ഫറവോന്മാരുടെ സാമ്രാജ്യം 2 or 3 സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫറവോൻ എന്നുള്ള ഒറ്റ പേര് കൊണ്ട് നമുക്ക് എല്ലാ രാജാക്കന്മാർക്കും ഫറവോൻ എന്നുള്ള പേര് വന്നത് ഒരു സാമ്രാജ്യമായതുകൊണ്ടല്ല, ആ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി വരുന്ന രാജാവ് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യത്തെ നശിപ്പിച്ച് വരുന്നവരും ഫറവോൻ എന്നുള്ള പേര് ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഫറവോൻ എന്നുള്ള പേര് അവർക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. യോസെഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നിരുന്നു എന്ന് വരുന്നത് ഇത് വേറെ സാമ്രാജ്യമായിരുന്നു, വേറൊരു ഗ്രൂപ്പായിരുന്നു അവിടെ കീഴടക്കി അവരായിരുന്നു അവിടെ വരുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. നിങ്ങൾ സമയമുള്ളവർ ഈ ഈജിപ്ഷ്യൻ അവിടെ ഫറവോന്മാർക്ക് പറ്റിയ എന്തൊക്കെയാണ് ആ സമയത്ത് നടന്നതെന്നുള്ളതൊക്കെ ചരിത്രം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ, എല്ലാവർക്കും ഇതൊന്നും താല്പര്യമില്ല, ഉള്ളവരെ അതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമാണ്. എങ്ങനെയാണ് ഫറവോൻ്റെ രാജ്യം എങ്ങനെയായിരുന്നു, പിന്നെ വന്ന ഫറവോൻ ആരാണ്, ഇതെന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്, വലിയൊരു യുദ്ധം സംഭവിക്കുന്നുണ്ട്, ഇതെല്ലാം അതിനിടയിൽ നടന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വിശദമാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇങ്ങനെ സമാന്തരമായിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൂടുതലും ഈ 4 സാമ്രാജ്യങ്ങൾ സക്സസീവായിട്ട് വന്ന സാമ്രാജ്യങ്ങളാണ്. ബാബിലോണിയ സാമ്രാജ്യം, ഈ രണ്ടാമത്തെ ബാബിലോണിയ ഈ സാമ്രാജ്യവും അതിനുശേഷം വരുന്നതായിരിക്കുന്ന മേദ്യ പാർസി സാമ്രാജ്യവും പിന്നെ വരുന്ന ഗ്രീക്ക് സാമ്രാജ്യവും പിന്നെ വരുന്ന റോമ സാമ്രാജ്യവും, ഇതെല്ലാം യുദ്ധത്തിൻ്റെയും കീഴടക്കലിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ സാമ്രാജ്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ബാബിലോണിയ സംസ്കാരത്തെ സാമ്രാജ്യത്തെ നശിപ്പിക്കുന്നത് അടുത്ത മേദ്യപാർശ്യരെ നശിപ്പിച്ച് ലോകത്തെ കീഴടക്കിയത് ഗ്രീക്കിനെ നശിപ്പിച്ചിട്ട് റോമ സാമ്രാജ്യം വന്നു. ഈ 4 സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലോകത്തിലെ ഭൂരിപക്ഷം സിവിലൈസ്ഡ് ഏരിയയായി ഇവർ ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ അർത്ഥം. അപ്പോൾ മറ്റ് രാജ്യങ്ങളെയും മറ്റ് സാമ്രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ സാമ്രാജ്യങ്ങൾ വളരെ വളരുകയും ഒത്തിരി രാജ്യങ്ങളും ഒത്തിരി ജനങ്ങളും ഒക്കെ ഇവരുടെ കൺട്രോളിൽ വരികയും ചെയ്തു. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വളരെ രസകരമാണ്. നമ്മൾ ഈ എസ്തർ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു കൺസെപ്റ്റോടെ വായിക്കുകയാണെങ്കിൽ എന്തുമാത്രം രാജ്യങ്ങളാണ് ഇവരുടെ കൺട്രോളിൽ വന്നതെന്നുള്ളത്. അങ്ങനെയാണ് ഈ സാമ്രാജ്യങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. ഓക്കെ, നൗ ടൈംസ് ഓഫ് ജെൻറ്റൈൽസ്, ജാതികളുടെ കാലം എന്നുള്ളത് നമ്മൾ ഇനിയും പഠിക്കാൻ പോവുകയാണ്. ഈ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, അതായത് ബാബിലോണിയ സാമ്രാജ്യം ഇവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം BC 536 ഇവരെ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി 70 വർഷത്തെ ഇവർ അടിമത്തത്തിന് ശേഷം അവർ 40,000 പേര് അവരെന്ത് ചെയ്യുമെന്നറിയാമോ, യെരുശലേമിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടുത്തെ പട്ടണം പണിയാനായിട്ട് തീരുമാനിച്ചു. അവരെന്നിട്ട് അവിടെ ആലയവും പണിയാനായിട്ട് തീരുമാനിച്ചു. ഇത് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പറഞ്ഞു പോകുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് നമുക്ക് ഉത്സാഹം തരുന്ന കാര്യങ്ങളാണ്. മതിൽ പണിയാനായിട്ട് നെഹമ്യാവും അതിനു മുമ്പ് ആലയം പണിയാനായിട്ട് സെരുബാബേലും ശ്രമങ്ങൾ ചെയ്യുന്നതും അവരതിൽ വിജയിക്കുന്നതുമൊക്കെ നമുക്കറിയാം. ഇതാണ് ആ 70 വർഷത്തെ അടിമത്തത്തിന് ശേഷം അവർ ചെയ്യുന്ന കാര്യം. അതിനുശേഷം ഞാൻ വളരെ ചുരുക്കി പോവുകയാണ്, വിശദമായിട്ട് ഞാൻ അകത്തേക്ക് പോകുന്നില്ല. അത്യാവശ്യം നമ്മളൊന്ന് പ്രിലിമിനറി തിങ്സ് നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ BC 168 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 168 വർഷം മുമ്പ്. അതിന് മുമ്പ് കാണിച്ചത് ഏകദേശം 536 വർഷം മുമ്പുള്ള കാര്യമാണ്. 536 ശേഷം പിന്നെ 168 വരുമ്പോഴാണ് ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് ഈ പലസ്തീൻ പിടിച്ചെടുക്കുന്നത്. ഓക്കെ, BC 168 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നത്. അദ്ദേഹമാണ് അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന രാജാവ്. യെരുശലേമിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ നിഷ്ഠൂരമായിട്ട് അവരെ ട്രീറ്റ് ചെയ്ത വ്യക്തി ഈ അന്ത്യോക്കസ് എപ്പിഫാനസാണ്. ഇത് എഴുതി വെച്ചേക്കണം. കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? അന്ത്യോക്കസ് എപ്പിഫാനസ് കേട്ടിട്ടുണ്ടോ? അന്ത്യോക്കസ് എപ്പിഫാനസ് എന്തുകൊണ്ട് എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയും. യഹോവ സാക്ഷികൾ ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് ഒക്കെ അന്തിക്രിസ്തു ആയിരുന്നു അല്ലെങ്കിൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ അന്ത്യോക്കസ് എപ്പിഫാനസിനെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. എന്താണ് അദ്ദേഹം ചരിത്രത്തിൽ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ഒരാളായിരുന്നു ഇദ്ദേഹം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം 2ആയിട്ട് ഡിവൈഡായി. രണ്ടായിട്ട് ഈ രാജ്യം
ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സെലൂക്കിഡ് വംശജരും പിന്നെ ടോളമിയുടെ ആ വംശജരും തമ്മിൽ ഭയങ്കര ടോളമിക് സാമ്രാജ്യം രണ്ടായിട്ട് ഡിവൈഡായി. ഈ രണ്ട് തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു, യുദ്ധന്മാർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഈ യുദ്ധത്തിനിടയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ മധ്യേ അല്ലെങ്കിൽ അതിനകത്ത് പെട്ടുപോയത് ഇസ്രായേലാണ്. കാരണം ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അണ്ടറിലായിരുന്നു ഈ ഇസ്രായേൽ. എന്നിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഇത് രണ്ടായിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സെലൂക്കിഡ് വംശജരും ടോളമിക് വംശജരും തമ്മിൽ ഉണ്ടായ യുദ്ധത്തിൽ, യുദ്ധമല്ല അവർ തമ്മിലുള്ള ഫൈറ്റിൽ ഇതിനിടയിൽ പെട്ടുപോയത് ഈ ഇസ്രായേൽ രാജ്യമായിരുന്നു, അല്ലെങ്കിൽ യഹൂദ ആയിരുന്നു. ഓക്കെ, അത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ നമ്മളിനിയും ഇതെല്ലാം എങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് നടന്നതെന്നുള്ളതും ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നടന്നുപോയ കാര്യങ്ങളും ഒക്കെ ദാനിയേലിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ഇസ്രായേൽ ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊന്നിലും ചേരാതൊക്കെ ഇരിക്കാനായിട്ട് അവർ ഒത്തിരി ശ്രമിച്ചു. ഇത് രണ്ടിലും ചേരാതെ ഞാനൊന്നും ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ രാജ്യമായിട്ടൊക്കെ ഇരുന്നെങ്കിലും ഈ അന്ത്യോക്കസ് എപ്പിഫാനസിന് ഇവരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ അന്ത്യോക്കസ് ഞാൻ പറഞ്ഞത് റോമാ സാമ്രാജ്യത്തിൽ, അന്ത്യോക്കസ് എപ്പിഫാനസ് ഗ്രീക്ക് സാമ്രാജ്യമാണ്. അപ്പോൾ ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ നിങ്ങൾ ചേരിചേരാ നയം നമ്മൾ പറയത്തില്ലേ, ചേരിചേരാ നയം. റഷ്യയാണോ അല്ല അമേരിക്കയാണോ? നമ്മുടെ സ്റ്റാൻഡ്, ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താ എപ്പോഴും റഷ്യയോടും ചേരത്തില്ല അമേരിക്കയോടും ചേരാതെ നമ്മൾ നടുക്ക് നിൽക്കത്തില്ലേ, ഇതേപോലെ ഇസ്രായേലിൽ നിന്നു. അതുകൊണ്ട് അന്ത്യോക്കസ് എപ്പിഫാനസിന് ഇവരോട് വളരെ വിഷമവും വിരോധവും സംശയവും ഒക്കെ തോന്നി. ഇതിൻ്റെ പേരിൽ അദ്ദേഹം ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു. ഇദ്ദേഹം ഒരു ദിവസം ഡിക്ലെയർ ചെയ്തു, സിയൂസ് എന്ന് പറയുന്ന ദേവനെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഗ്രീക്കുകാരുടെ സിയൂസ്. ഓക്കെ, ഈ സിയൂസ് ദേവൻ അവർ വളരെ ആരാധിക്കുന്ന ദേവനാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനാണ് സിയൂസ് ദേവൻ, ഓക്കെ എന്ന് ഇദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ആരാധിക്കണമെന്ന് ഇദ്ദേഹം പറയാൻ തുടങ്ങി, ഗ്രീക്ക് ഈ രാജാവ്. അപ്പോൾ ഇവരത് ചെയ്യുമോ? അല്ലേ, എവിടെ ഈ മേദ്യ പാർസ്യരുടെ കാലത്താണ് ആര് ഉണ്ടായിരുന്നത്? ദാനിയേലൊക്കെ അല്ലേ. നമുക്ക് ഈ കാലഗണന അറിഞ്ഞിരുന്നാൽ വളരെ നല്ല ഈസിയാണ്. നെബൂഖദ്നേസർ രാജാവ് ഏത് രാജ്യത്തിൻ്റെ രാജാവാ? ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ. പിന്നെ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിൽ വരുമ്പോഴാണ് ദാരിയവേശ് രാജാവും ഒക്കെ വരുന്നത്, ഓക്കെ, കോരസും ഒക്കെ വരുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് ഗ്രീക്ക് സാമ്രാജ്യം, അവിടെയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. പിന്നെ വരുന്നത് റോമാ സാമ്രാജ്യം, അത് നമുക്കറിയാം, ആര്? ഈ കൈസറും ഒക്കെ. 4 സാമ്രാജ്യം പിടികിട്ടിയില്ലേ, മനസ്സിൽ പതിഞ്ഞില്ലേ? ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് നെബൂഖദ്നേസർ രാജാവ്, അത് നമുക്കറിയാം, പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞാൽ. പിന്നെ 2 ഗ്രീക്ക് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലാണ് ദാരിയവേശ് വരുന്നത്. പിന്നെ അഹശ്വേരോസ് രാജാവ്. പിന്നെ വരുന്നത് ആരാ? ഗ്രീക്ക് സാമ്രാജ്യം, അത് നമുക്ക് സെക്കുലർ ബുക്സ് നമുക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് നമുക്കറിയാം. പിന്നെ വരുന്നത് റോമാ സാമ്രാജ്യം, ബൈബിളിൽ കൈസറിനെ കുറിച്ച് വരുമ്പോൾ. അപ്പം എന്താ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതാത്ത? ബാബിലോണിയൻ സാമ്രാജ്യം കഴിഞ്ഞു, റോമ സാമ്രാജ്യം ദാനിയേൽ വായിക്കുമ്പം ഈ മേദ്യ പാർസ്യ ഉണ്ട്, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞില്ല, പിന്നെ നേരെ. അപ്പോൾ ഇതിനിടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്രീക്ക് സാമ്രാജ്യം വരുന്ന സമയത്താണ് നമ്മുടെ മലാഖിക്ക് ശേഷമുള്ള മത്തായി വരെയുള്ള സമയം, 400 years. പിടിയോ? മലാഖിക്കും മത്തായിക്കും ഇടയിൽ എത്ര വർഷമുണ്ട്? 400 വർഷമുണ്ട് കേട്ടോ. മലാഖി എഴുതിയതിന് ശേഷം മത്തായി എഴുതുന്നത് യേശുക്രിസ്തു വരെ 400 വർഷമാണ്. ഈ 400 വർഷത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളോ പ്രവചനമോ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഈ ഗ്രീക്ക് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയൊക്കെ ആ സമയത്താണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സംസാരിച്ച ഭാഷയിൽ എന്തുണ്ടായിരുന്നത്? ഗ്രീക്ക് ഉണ്ടായിരുന്നത്. അരാമ്യ ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഹീബ്രു മിക്സ് അല്ലേ. അപ്പോൾ അന്ന് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ സ്വാധീനം അത്രത്തോളം ലിറ്ററേച്ചറിൽ വ്യാപിച്ചിരുന്നു. സാഹിത്യ, ഭാഷകൾ എല്ലാം, മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്താഗതികൾ, ഫിലോസഫി, ഇതെല്ലാം ഈ ഗ്രീക്കിൽ നിന്നാണ് വന്നത്. ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ നല്ല ഫിലോസഫി വന്നത് മേദ്യ പാർസ്യ സാമ്രാജ്യത്തിലും അല്ല. എവിടെ നിന്നാണ് ഫിലോസഫി വരുന്നത്? ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്നാണ് ഫിലോസഫി ലോകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫിയിലാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ ഈ ഗ്രീക്ക് ഫിലോസഫിയെ ബേസ് ചെയ്ത് എഴുതിയിരിക്കുന്നതിന് കാരണം, അറ്റാക്ക് ചെയ്തുകൊണ്ട് എഴുതുന്നത്. അപ്പോൾ ഈ ഗ്രീക്ക് ഫിലോസഫി അല്ലെങ്കിൽ ഈ ഗ്രീക്ക് സമയം എന്ന് പറയുന്നത്, ഗ്രീസിൻ്റെ സമയം അല്ലെങ്കിൽ അവരുടെ കൾച്ചറിൻ്റെ രാജ്യത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ സമയമാണ്. അതിനുശേഷമാണ് റോമ സാമ്രാജ്യം വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ചൊന്നും ബൈബിളിൽ ഇല്ല. കാരണം അന്ന് ആരും പ്രവാചകന്മാർ ഇല്ലായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ചിന്തിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.